പാലക്കാട് തീർച്ചയായും വരും ദിനങ്ങളിലെ ദേശീയ തലത്തിലുള്ള ഒരു ഇമേജ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിക്കാൻ, നിയമസഭയിലാണെങ്കിൽ പോലും ജയിപ്പിക്കാൻ അദ്ദേഹം പോയാൽ അവിടത്തേക്ക് ഒരു ഗുണമുണ്ടായാലും ഇദ്ദേഹം കേന്ദ്രത്തിന്റെ ഭാഗമാകുന്നൊരു ഉറപ്പുണ്ട്. അതുപോലെ ഒരു സാഹചര്യം ഇനിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നിയമസഭയിൽ BJPക്ക് ഒരുപക്ഷെ അവിടെയും കൂടി ഒരു നേട്ടം ഉണ്ടാക്കാനായാൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. പക്ഷെ അത് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്ര വലിയ സ്വാധീനം ഉള്ള ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഉള്ളൊരു ഇടം എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മളത് കാത്തിരുന്ന് കണ്ടേ മതിയാകും. നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ LDFന് വലിയ തിരിച്ചടിയായ ഒരു തിരഞ്ഞെടുപ്പെന്ന് വിലയിരുത്തുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് അവരുടെ നില പരിങ്ങലിലാകാതെ മുന്നോട്ട് പോകുന്നു, അത് മെച്ചപ്പെടുത്തി തന്നെ നിൽക്കുന്നു എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചാണ് ഏറ്റവും അധികം നേട്ടം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാരണം LDFൽ നിന്നും UDFൽ നിന്നും നല്ല തോതിൽ വോട്ട് BJPയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് BJP നേതാക്കൾ തന്നെ തുറന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിൽ ഇത് ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തെക്കുറിച്ച് രാഷ്ട്രതന്ത്ര വിദഗ്ധനായ ഡോക്ടർ അനിൽകുമാർ നമ്മളോടൊപ്പം സംസാരിക്കുകയാണ്. നമസ്കാരം. നിലവിൽ കേരളത്തിൽ ഒരു 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് BJPക്ക് എത്താനായി സാധിച്ചിട്ടുണ്ട്. 8ഓളം ഇടത്ത് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 26 തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇത് പ്രതിഫലിക്കും? തീർച്ചയായിട്ടും ഇതൊരു മാറ്റം തന്നെയല്ലേ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് 19-20% വോട്ട് ഷെയറുമായി BJP വരികയാണ്. പക്ഷെ ഒരു സീറ്റ് നേടാനായില്ല മുമ്പ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. കേവലം 12%, 13% ഒക്കെ വോട്ട് ഷെയറുള്ള പാർട്ടികൾ നേടുന്ന സീറ്റ് വെച്ച് നോക്കുമ്പോൾ BJP എന്തുകൊണ്ട് അത് നേടാനായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഏറ്റവും കാരണം ഇവിടെയുള്ള ഒരു ഇരുധ്രുവ രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ കോയലേഷൻ പൊളിറ്റിക്സിൽ, സഖ്യമുന്നണി ഭരണത്തിൽ പലപ്പോഴും ഒന്നുകിൽ ഒരു LDFലേക്ക് അല്ലെങ്കിൽ UDFലേക്ക് 5 വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF എന്ന് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു വിചാരവും, അത് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചോളം തുടർച്ചയായി ഇപ്പോൾ വന്നത് ഒരു ഇടതുപക്ഷ ഭരണമാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്കൊരു ഒരു പാർട്ടി, ഒരു 3ാം ഫ്രണ്ടിനുള്ള സ്പേസ്, ഇടം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ അത് ഉയർന്നു വരുന്നു അപ്പോഴൊക്കെ തടയിടാൻ ഇരുവിഭാഗങ്ങളും ചേർന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഏതെങ്കിലും എതിർ കക്ഷികളെപ്പെട്ടവരെ, വിജയസാധ്യതയുള്ളവരെ സഹായിക്കുന്ന നിലപാടുകൾ UDFും LDFും കൈക്കൊണ്ടിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരള ജനതയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആ രാഷ്ട്രീയത്തിന്റെ ഭൂമിക മാറുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇതുവരെ ഉള്ളത് ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ആയിട്ടുള്ള കോൺഗ്രസ് എന്നായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെ അല്ലൊരു മറ്റൊരു പക്ഷവും കൂടി ഉദയം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിലയിരുത്തൽ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ താമര വിരിഞ്ഞ മണ്ഡലവും അവിടെ നിന്ന് പ്രതിനിധി ആയ ആളെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വോട്ടുകൾ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, കാരണം ഇടതുപക്ഷ വലതുപക്ഷ കോൺഗ്രസ് കേന്ദ്രീകൃതമായ ന്യൂനപക്ഷ വോട്ടുകളെ പോലും അടർത്തി മാറ്റിക്കൊണ്ടുപോയുള്ളൊരു വിജയമാണ് സുരേഷ് ഗോപിക്ക് വലിയ തരത്തിൽ അവിടെ ഉണ്ടായത്. ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതായിരുന്നെങ്കിൽ ഈ വാദത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. ആ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അതിന് കോൺഗ്രസിന്റെ വോട്ടാണോ പോയത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണോ പോയത് എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം എല്ലാ വിഭാഗങ്ങളുടെ വോട്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ BJPക്ക് ഒരു പൊതുവെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് കഴിഞ്ഞ 5-6 വർഷങ്ങളായി നിരന്തരമായി ആ മണ്ഡലത്തെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ തികഞ്ഞ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ, ഒരുപക്ഷെ ഭാരത അരി ആദ്യം വിറ്റത് തൃശ്ശൂരായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ചിന്തകൾ നിറച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതൊരു നിസ്സാരമായ വിജയമായി കണക്കാക്കുന്നില്ല. ഒപ്പം അദ്ദേഹത്തിനൊരു വലിയ വെല്ലുവിളിയുണ്ട്. എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് താമര വിരിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് കേവല ഭൂരിപക്ഷം കൂടി ശക്തമായ ഒരു ഭരണമാണ് വരുന്നതെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും അതുവഴി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും വിശ്വസിച്ചിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോയ ഒരു കാര്യമാണ് തൃശ്ശൂരിന്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന്. അപ്പൊ അത് BJPയെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്. എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ച എന്നതിന്
ഒരു കാരണമായി മാറിയേക്കാം ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഏതെങ്കിലും കാരണവശാൽ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയെ നിറവേറ്റാനായില്ല എങ്കിൽ ഒരുപക്ഷെ വളർന്നു വന്ന താമര തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയാം, കണ്ടൊടിയുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വോട്ടിംഗ് വിഹിതത്തിൽ തുടർച്ചയായി വർധന ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നിട്ടും സീറ്റുകൾ നേടാനായില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് മാത്രം കൊണ്ട് സീറ്റ് പിടിക്കാം എന്ന് കരുതിയാൽ അതത്ര എളുപ്പം പറ്റില്ല എന്നുള്ളതാണ്. പറ്റും, തീർച്ചയായിട്ടും അങ്ങനെ മാത്രമാണ് ഒരു കെട്ടുറപ്പുള്ള പാർട്ടി ഉണ്ടായി വരുന്നത്. അതിന് കുറച്ചുകൂടി സമയം BJP കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് BJPക്ക് ഒരു വളർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തിന് മുഴുവനായിട്ടുള്ള വോട്ട് വിഹിതത്തിലൊക്കെ ചിലയിടത്ത് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ പ്രത്യേകമായി പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിലും BJPക്ക് മെച്ചം വന്ന പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വോട്ട് ചോർച്ച രണ്ട് പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ വോട്ട് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്, പുതിയ വോട്ടുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ വോട്ടുകൾ എങ്ങോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല ആരും. അപ്പൊ പുതിയ വോട്ടുകൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള വോട്ടുകൾ മാത്രമല്ല യുവജനങ്ങൾ, അതാണ് ഞാൻ പുതിയ വോട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാന കാരണം. മേജർ ചങ്ക് അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ആ പ്രദേശത്തെ യുവജനങ്ങളാണ്, ആദ്യം വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ആ യുവജനതയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് വിലയിരുത്തുമ്പോഴാണ് ഏത് പ്രസ്ഥാനത്തിലേക്കാണ് ഒരു ദീർഘകാല ദൃഷ്ടിയോടെ യുവജനങ്ങൾ കണ്ണോടിക്കുന്നത്, താല്പര്യം കാണിക്കുന്നത് എന്നതിനുള്ള ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ചുമതല അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് നിർണായകമാണ്. മറ്റൊരു കാര്യം, ഇത് പൊതുവെ ഉയർത്തുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു നില വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമോ, അത് നിയമസഭയിൽ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം UDF തൂത്തുവാരി ലോക്സഭയിൽ പോയപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരൽപ്പ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. അത് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇടതുപക്ഷ സർക്കാരിന് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും രണ്ടായി കാണണം. പക്ഷേ എന്നിരുന്നാലും BJPക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും. ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ വരുമ്പോൾ 11 നിയമസഭാ സ്ഥാനങ്ങളിലും 8 നിയമസഭാ സ്ഥാപനങ്ങളിലും 1ഉം 2ഉം സ്ഥാനത്തായി BJP വരികയാണ്. 11 ഒന്നാം സ്ഥാനവും 8 രണ്ടാം സ്ഥാനമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം കുറഞ്ഞ പക്ഷം ഒരു 10 സീറ്റെങ്കിലും കിട്ടണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. പക്ഷെ അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എങ്കിലും ചില സീറ്റുകൾ നേടാനുള്ള ഒരു അവസരം BJPക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് നേടാനാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് സാധ്യത വ്യത്യാസമാകുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വലിയ ഒരു അളവിൽ മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാം, ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല. ഇപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് BJP എന്നതിൽ ഉപരി ചില ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അതെല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തും സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് അദ്ദേഹത്തിന് പല വോട്ടുകളും ഉറപ്പുവരുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ കണ്ട കാർട്ടൂണുകൾ ഉണ്ടല്ലോ, താങ്ക്സ് പ്രതാപൻ എന്നാണ് ആദ്യം കാർട്ടൂൺ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഘടകമായിട്ട് തന്നെ വരും. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ചോർന്നിട്ടുണ്ട്. അപ്പൊ അത് അവസാനമായി തൃശ്ശൂർ പൂരത്തിൽ അടക്കം സംഭവിച്ചത്. അതെ, പത്മജ വേണുഗോപാൽ പറഞ്ഞത്, പിന്നെ ചതിയന്മാരെ കാണണമെങ്കിൽ KPCC ഓഫീസിലേക്ക് ചെല്ലൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഉള്ള ജില്ലാ ആസ്ഥാനത്തേക്ക് ചെല്ലൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം കാണിക്കുന്നത് BJPക്ക് പടിപടിയായി വളർച്ച ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും വന്ന് എത്തിയെങ്കിൽ മാത്രമേ ആ വോട്ട് വിഹിതം കൊണ്ട് ഗുണമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അതായത് നമ്മളിപ്പം പരന്ന ഒരു ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം കൂടി കിട്ടുന്ന ഒരു വോട്ട് കിട്ടി വരുമ്പോൾ ആ വോട്ടുകൾ ഏറെക്കുറെ സ്പ്ലിറ്റഡ് ആണ്, അല്ലെങ്കിൽ വിഭജിച്ചു പോകുന്ന വോട്ടുകളാണ്. കുറച്ച് കോൺഗ്രസിന് പോകും, കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകും. പക്ഷെ മൈനോറിറ്റി വോട്ടുകൾ അങ്ങനല്ല. മൈനോറിറ്റി വോട്ടുകൾ പലപ്പോഴും കേന്ദ്രീകൃതമായിട്ട് വരുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട ഒരു വോട്ടാണ്. അത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ 2ാം വർഷം തുടരാൻ സഹായിച്ച വലിയൊരു ഘടകമായിരുന്നു അതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചോദിച്ചതുപോലെ 11 സീറ്റും 8 സീറ്റിലും ഒക്കെ 1-2 സ്ഥാനങ്ങൾ പുലർത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെങ്കിൽ നന്നായി പണിയെടുക്കേണ്ടി വരും, നന്നായി ഉയർക്കേണ്ടി വരും.
ഒരു കാര്യം ഉറപ്പാണ്, ആ സ്വപ്നം അധികം വിദൂരമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഒരു 10 വർഷത്തിന്റെ 5 വർഷത്തിന്റെ ഗ്യാപ്പ് വേണ്ടിവരും എന്നുള്ളത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി ഒരുപക്ഷെ അതിനുള്ളിൽ ജനങ്ങളെ ആ വിശ്വാസ്യത കയ്യിലെടുക്കത്തക്ക വണ്ണം സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കുവാനും നല്ല സ്ഥാനാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും നല്ല അജണ്ട കൊടുക്കുവാനും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ മറിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല സ്ഥാനാർത്ഥിക്ക് വലിയൊരു പങ്കുണ്ട്. നല്ല സ്ഥാനാർത്ഥി പങ്കുണ്ടെന്ന് പറയാൻ കാരണം ശോഭാ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം ഞാൻ നല്ലത് എന്ന് പറയുന്ന അർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ മത്സരിച്ച എല്ലായിടത്തും പോയി ഉഴുതു മറിച്ച് വോട്ട് വർധന ഉണ്ടാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത്. അതേപക്ഷം ചില സ്ഥാനാർത്ഥികൾ പോകുന്നിടത്തൊക്കെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരുപക്ഷെ BJP കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് പറയാതെ വയ്യ. അത് സ്വയം വിമർശനാത്മകമായി BJP പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ സംഘടനാ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും വളരെ അതിന്റെ എന്താ പറയുക വോട്ട് ബേസിലേക്ക് എല്ലാ വോട്ട് ബേസിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ BJPയുടെ സ്വപ്നം അതിവിദൂരമല്ല എന്ന് പറഞ്ഞത്. അതിനുള്ള സാധ്യത കേരളത്തിലുണ്ട്. ഇപ്പോൾ പഴയ BJP അല്ല എന്ന് പറഞ്ഞതുപോലെ BJPക്ക് തീർച്ചയായിട്ടും വലിയ ഇംപ്രൂവുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇപ്പൊ കൈവന്നിട്ടുണ്ട്. ഇപ്പം അനിൽ ആന്റണി പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ കിട്ടി, കഴിഞ്ഞ വർഷത്തെ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും കുറച്ച് പ്രതീക്ഷിക്കാത്ത തരത്തിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ അത്രയും വോട്ട് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ വോട്ട് അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ മണ്ഡലത്തിൽ തന്നെ നിൽക്കുകയാണ്, ക്യാമ്പ് ഓഫീസ് തുറക്കുകയാണ്. അപ്പൊ സുരേഷ് ഗോപി ചെയ്ത അതേപോലെ ഒരു തന്ത്രം ആന്റണി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ BJPക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായി BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ടാൽ ഗുണം കിട്ടാതിരിക്കുമോ? സുരേഷ് ഗോപിക്ക് അതിന് കിട്ടിയ വിജയമാണെന്നാണ് ഞാൻ പറയുന്നത്. പാർട്ടി സംവിധാനം ഒപ്പം ഉണ്ട്. കാരണം പാർട്ടി ആ പിന്തുണ കൊടുത്തുകൊണ്ടാണ് BJPക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മാത്രം വിജയം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. സുരേഷ് ഗോപിക്കും അവകാശപ്പെടാൻ കഴിയുന്ന വിജയമാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് കേന്ദ്ര നേതൃത്വത്തിന് അതിന്റെ ഒരു മെറിറ്റുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനുണ്ട്, സുരേഷ് ഗോപിക്കുണ്ട്. എങ്കിലും സുരേഷ് ഗോപിയുടെ മികവാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 5-6 വർഷം തുടർച്ചയായി മണ്ഡലത്തെ പരിപാലിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾക്ക് ഏകമാനവ സ്വഭാവത്തോടുകൂടി യൂണിവേഴ്സലായ എല്ലാ വിഭാഗങ്ങളും നൽകിയ ഒരു വോട്ടാണ്. അത് ഇന്ന വിഭാഗങ്ങൾ എന്നുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വീകാര്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ BJPക്ക് ആയാൽ തീർച്ചയായും കേരളത്തിൽ വോട്ട് നേടാനാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ ആന്റി ഇൻകംബൻസി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭരണവിരുദ്ധ വികാരം നിയമസഭയിൽ തീർച്ചയായും വോട്ടായി വരും. അപ്പോ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം, അത്ര കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിലല്ല കോൺഗ്രസ് പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ തമ്മിലടികൾ ഉണ്ട് പലയിടത്തും. അപ്പൊ അത് തുടർന്നാൽ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുമ്പോഴേക്കും ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ അവിടെ ആരായിരിക്കും ഒരു അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാവും? BJP ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ BJP കുറെ കൂടി മെച്ചപ്പെടാം. പക്ഷേ BJPയെ ജനങ്ങൾ വിലയിരുത്തുന്ന സംസ്ഥാന ഭരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. BJP ജനങ്ങൾ നിലനിർത്തുന്നത് ദേശീയ തലത്തിൽ അതുണ്ടാക്കുന്ന പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരും ദിനങ്ങളിൽ BJP കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന പ്രതിച്ഛായ BJPയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ട് നിലനിർത്തുന്നതിനും ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെങ്ങനെ BJP ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലങ്ങളിൽ കേരളത്തിലുള്ളവരുടെ വളർച്ചയും. ഇത് ഒരു കാര്യം ഉറപ്പാണ്, BJP മുന്നോട്ട് തന്നെയാണ് കേരളം. ഇപ്പോൾ ഫലം വന്നതിന് ശേഷം 26-ലെ തിരഞ്ഞെടുപ്പ് പറഞ്ഞു. പക്ഷെ അതിന് മുന്നായി ഒരു ബൈ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് പാലക്കാട്. വലിയൊരു പോരാട്ടമായിരുന്നു വടകരയിൽ സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് MLA നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ്. ഏകദേശം ഒരു 3859 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഷാഫി പറമ്പിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ജയിക്കുമെന്ന വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. യാഥാർത്ഥ്യമാണ് അത്. പല അർത്ഥത്തിലുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. ഷാഫി പറമ്പലിന് വളരെ നിസ്വാർത്ഥമായ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ്. ഇത് പാലക്കാട് BJPക്ക് സംഘടനാപരമായി സംവിധാനത്തിലൂടെ തന്നെ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ്, വേരുകളുള്ള ഒരു സ്ഥലമാണ്. മെട്രോമാൻ നല്ല രീതിയിൽ വോട്ട് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ അടി, ഞാനത് പറഞ്ഞത് കേരളത്തിലെയോ നരേന്ദ്രമോദിയുടെയോ പെർഫോമൻസ് മാത്രമല്ല BJPക്ക് കേരളത്തിൽ വോട്ട് ഷെയറിൽ വരുന്നത്. അവരുടെ പ്രതിച്ഛായ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നരേന്ദ്രമോദി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇത്രയും വിരുദ്ധമായിട്ടുള്ള 2 മുന്നണികൾക്കിടയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുവാനും ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ വളരെ 1.5 മാസം കൊണ്ട് വന്നിറങ്ങിയ ചന്ദ്രശേഖർ വളരെ വലിയൊരു വോട്ട് ശതമാനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ഒരു പ്രതിച്ഛായ ഒരു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ.
അത് കേന്ദ്രഭരണത്തെ വിലയിരുത്തി മാത്രമേ അത് മോദി പറയാൻ. ഫാക്ടർ തന്നെ തീർച്ചയായിട്ടും മോദി ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ ആ ഇമേജിന് വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും അത് കുഴപ്പങ്ങളുണ്ടാകും. എന്തായാലും എനിക്ക് തോന്നുന്നു BJPക്ക് വളരെ വലിയൊരു സാധ്യത പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ. BJP ഇനി വരുന്ന ഏതാനും മണിക്കൂറുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും വളരെ നിർണായകമായിരിക്കും. കാരണം കേന്ദ്ര മന്ത്രിസഭയിൽ അവർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എടുത്ത നിലപാടുകളിൽ പിന്നോക്കം പോകും, അതൊക്കെ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. മാത്രമല്ല അവിടെ വളരെ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവൻ മരണ പോരാട്ടമാണ്. ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടും ആ മണ്ഡലം പിടിച്ചെടുക്കുക അവരുടെ ലക്ഷ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിൽക്കുന്ന ഇമേജിൽ നിന്ന് താഴേക്ക് പോയാൽ അത് അവർക്ക് നഷ്ടമാണ്. മാത്രമല്ല വിജയിച്ചു കയറിയ ഒരാളെ അവിടുന്ന് ഒരാൾക്ക് പകരമാണ് ഇപ്പൊ അവിടെ ഇനിയിപ്പം മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറിയത് വലിയ ഒരു അനുഗ്രഹമായി മാറി എന്ന്. അവിടെയാണെങ്കിലും ഷാഫി ജയിച്ചതിനെ, പക്ഷെ എങ്കിലും കുറച്ചുകൂടി വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനും അതുവഴി ഷാഫി ശ്രദ്ധേയമാകുന്നതിനും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനും ഒക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നാളിൽ ഒരുപക്ഷെ പാലക്കാട് BJPയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ ഇമേജിനെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ BJP കിട്ടിയ ഈ ചെറിയ തിരിച്ചടി എന്ന് ഞാൻ പറയുന്ന കാരണങ്ങളുണ്ട്. എല്ലാവരും പറയുന്നത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കൂ, 10 വർഷം കേന്ദ്രം ഭരിച്ച ഒരു മന്ത്രിസഭയ്ക്കെതിരെയാണ് ജനങ്ങൾ വിധി എഴുതുന്നത്. അതെ, അങ്ങനെ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിക്കെതിരെ വീണ്ടും ഒരു മുന്നണി സംവിധാനത്തിലൂടെ എങ്കിലും അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നാൽ അത്ര കളിച്ചൊരു കാര്യമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉൾക്കൊള്ളുന്നു എന്ന് എല്ലാവരും പറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പില്ലാതെ അതിന്റെ ഫലം വരുന്നത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയാം. പക്ഷേ ജനങ്ങൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് പഠനങ്ങളിൽ ചിലതിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഇത്തവണ ഉള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള തരത്തിൽ വിലയിരുത്തലുകൾ പഠനങ്ങൾ വന്നിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ വിലയിരുത്തുന്നത്. സാധാരണത്തിൽ അങ്ങനല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് തരത്തിലാണ് ആളുകൾ കാണുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും അതിനെ വളരെയധികം സ്വാധീനിക്കും നമ്മൾ പറഞ്ഞാണ്. കാരണം കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന മൈനോറിറ്റി വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിൽ നഷ്ടമാകും എല്ലാവർക്കും അറിയാം. കാരണം ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു BJPക്ക് ബദലാവാൻ കേന്ദ്രത്തിൽ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ടാണ്. അതിന് കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നതിനേക്കാൾ നേരെ കോൺഗ്രസിന് കൊടുക്കുന്നതല്ലേ എന്നാണ് മറ്റൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഇടത് വിജയിച്ചാലും വലത് വിജയിച്ചാലും കേന്ദ്രത്തിൽ ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഇടതിന് കൊടുത്താലും വലതിന് കൊടുത്താലും ഒന്നല്ലേ എന്നുള്ള ചിന്ത അല്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രസക്തി. പിണറായി വിജയൻ സർക്കാരിനോട് കുറഞ്ഞ പക്ഷം വളരെ വലിയ എതിർപ്പുകൾ ഉണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ആ സർക്കാരിനെതിരെയുള്ള ഒരു തിരിച്ചടിയായി ഇത് മാറിയാൽ അവർക്ക് വോട്ട് ചെയ്യുക കൂടി ചെയ്താൽ അതുകൊണ്ട് അവർ ജയിക്കണമെന്നും ഇല്ലാത്ത അവസ്ഥയിലെത്തും, തങ്ങളുടെ വോട്ട് നഷ്ടമാവുകയും ചെയ്യും. അത് മറ്റുള്ളവർ മുതലെടുക്കാനും സാധ്യത. അതുകൊണ്ട് ആ സംശയത്തിന് ഇടയില്ലാത്ത വിധം ആ വോട്ടുകൾ കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനം എന്ന് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇപ്പം നേതാവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിഷപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വോട്ടുകളും 100% മാറും എന്നുള്ള വിശ്വാസക്കാരനൊന്നും അല്ല ഞാൻ. പക്ഷേ ഒരു രാഷ്ട്രീയ സംസ്കാര പ്രക്രിയയിൽ രാഷ്ട്രീയപരമായി ജനങ്ങൾ ഇടപെടുമ്പോൾ ചില ചർച്ചകൾ, സംവാദങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ, പറയുന്ന കാര്യങ്ങളൊക്കെ സാവധാനം ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. അതുവഴി ഈ പറയുന്ന ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഈഴവ വിഭാഗങ്ങളെല്ലാം വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ BDJS-മായി നിരന്തരമായ ഒരു സഖ്യം BJP ഘട്ടങ്ങൾ ഇപ്പോൾ ഗുണം ചെയ്തു, അന്ന് ചെയ്തില്ലെങ്കിൽ. അപ്പൊ ഒരു വിഭാഗമായിട്ടുള്ള എൻഗേജ്മെന്റ് അവിടെയുള്ള വിഭാഗങ്ങളെ കൂടുതൽ അടുത്തടുത്ത് കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണമായി മാറും. അതുപോലെ ഇവിടെ അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു. അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസമായി കഴിഞ്ഞാൽ വീണ്ടും സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പരിഗണന കിട്ടിയെന്ന് വരും. മുമ്പൊക്കെ അത് സുനിൽകുമാറിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ആ മാറ്റങ്ങളൊക്കെ പ്രകടമായിട്ട് വരും എന്നുള്ളതാണ്. സുനിൽകുമാർ പറഞ്ഞ സുനിൽകുമാറിന്റെ പാർട്ടിയെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് മാറി മാറി വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിലൊന്നും വലിയ ആശയപരമായിട്ടുള്ള നിലപാടുകളൊന്നുമല്ല. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം വളരെ ജാതി സമവാക്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. മന്ത്രിസഭയിൽ പോലും മന്ത്രിമാരെ വീതം വെക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ നിർണായകമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് തീർച്ചയായും വരും ദിനങ്ങളിലെ ദേശീയ തലത്തിലുള്ള ഒരു ഇമേജ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇപ്പോ അങ്ങനെ ഒരു ശ്രമം ആരെങ്കിലും നടത്തും എന്നുള്ളതാണ്. കാരണം BJPയിലേക്ക് പോയി ഒരു മെച്ചം ഉണ്ടാക്കാൻ
BJPയെ സഹായിച്ച് മെച്ചമുണ്ടാക്കി എടുക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിക്കാൻ നിയമസഭയിലാണെങ്കിൽ പോലും ജയിപ്പിക്കാൻ അദ്ദേഹം പോയാൽ അവിടത്തേക്ക് ഒരു ഗുണമുണ്ടായാലും ഇദ്ദേഹം കേന്ദ്രത്തിന്റെ ഭാഗമാകും എന്നൊരു ഉറപ്പുണ്ട്. അതുപോലെ ഒരു സാഹചര്യം ഇനിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനിയില്ല എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും BJPയുടെ ഒരു കേന്ദ്ര തലത്തിലുള്ള ഒരു ചെറിയ തിരിച്ചടി അത് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അത് കാരണം ആ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മൈലേജ്, എഞ്ചിന് കിട്ടിയിരുന്ന ഒരു മൈലേജ് ഇപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടാത്തില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല. അതേസമയം തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ തെരഞ്ഞെടുപ്പുകളിൽ വടകരയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഗുണം ചെയ്തേക്കാം എന്നൊരു അഭിപ്രായം മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും അവിടെ BJPക്ക് ഒരു സാധ്യതയുണ്ട്. സംഘടനാ സംവിധാനമൊക്കെ വഴി BJPക്ക് വോട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് BJPക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിലവിലും ഉണ്ട്. അത് എത്രത്തോളം വിനിയോഗിക്കുന്നു, അവിടുത്തെ നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഇടപെടലുകളൊക്കെ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാ മണ്ഡലത്തെ ആര് സ്ഥാനാർത്ഥിയായി വരുന്നു, ഇതൊക്കെ വളരെ വലിയ ഘടകങ്ങളാണ്. ഒരുപക്ഷെ അവിടെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനോട് അങ്ങനെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുക നമുക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ നിർത്തുമെന്ന കാര്യത്തിൽ സംശയം. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനായിരിക്കും BJP ശ്രമിക്കുന്നത്. കാരണം ചില സാഹചര്യങ്ങളെല്ലാം BJPക്ക് അനുകൂലമാണെന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് BJP പരമാവധി ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം മുരളീധരൻ തന്നെയാണ് കാഴ്ചവെച്ചത് ആറ്റിങ്ങിൽ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ആരായിരിക്കും അവിടെ വരിക എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോ നന്നായിട്ട് ഇപ്പൊ പറയാൻ കഴിയില്ല. എന്നാലും BJP അതിന്റെ ഏറ്റവും നന്നായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ നിർത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും നിയമസഭയിൽ BJPക്ക് ഒരുപക്ഷെ അവിടെയും കൂടി ഒരു നേട്ടം ഉണ്ടാക്കാനായാൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. പക്ഷെ അത് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്ര വലിയ സ്വാധീനം ഉള്ള ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഉള്ളൊരു ഇടം എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മളത് കാത്തിരുന്ന് കണ്ടേ മതിയാകും. എന്തായാലും അവസരങ്ങളുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്നുള്ളതാണ് ശരി. ഈ ഭരണവിരുദ്ധ വികാരം പറയുമ്പോൾ തലസ്ഥാന നഗരത്തെ തന്നെ എടുക്കാം. ഏറ്റവും അധികം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലതരത്തിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരും തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം തിരുവനന്തപുരത്ത് തന്നെയാണ് ഒന്നാം സ്ഥാനം പറഞ്ഞിരിക്കുന്നത്. സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലായിടത്തും BJPക്കാണ് മേൽക്കൈ. അപ്പോൾ തലസ്ഥാനം, പ്രത്യേകിച്ചും ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം പോലും BJPക്ക് അനുകൂലമായി മാറുന്നത് അല്ല. ഇത് നമ്മളൊരു അർബൻ കൾച്ചറും ഒരു റൂറൽ കൾച്ചർ, അതായത് ഒരു നഗര സ്വഭാവവും ഒരു ഗ്രാമീണ സ്വഭാവവും തമ്മിൽ വ്യത്യാസമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നഗര പ്രദേശത്ത് പ്രത്യേകിച്ച് BJP അനുകൂലമായ സമുദായങ്ങൾ ധാരാളം ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പരാജയപ്പെട്ട ഇടങ്ങളൊക്കെ നോക്കൂ, അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച സ്ഥലങ്ങൾ നോക്കൂ, അതൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ മൈനോറിറ്റികൾക്ക്, പ്രാദേശികമായിട്ടുള്ള മൈനോറിറ്റികൾക്ക് വളരെയധികം പിന്തുണ ലഭിച്ച അല്ലെങ്കിൽ അവർ കൊടുത്ത പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വിജയിച്ച സ്ഥലങ്ങളുമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ വിജയം എന്ന് പറയുന്നത് മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ടുകളാണെന്ന് കൃത്യമായി പറയേണ്ടി വരും എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ പോലും സിറ്റിയിൽ അദ്ദേഹത്തിന് ചോർന്നുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ആ പഠനം നൽകുന്നത് തീർച്ചയായിട്ടും BJP കേരളത്തിലെ ഒരു തിരുവനന്തപുരത്ത് നടത്തിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു. ഇതുവരെയുള്ള പരമ്പരാഗതമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമോ രീതിയോ അല്ല തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ കൊണ്ടുവന്നത്. അതേ ഓരോരോ ഗ്രൂപ്പുകളെ കാണും. വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രമുഖരെ ആ വിഷയമായി ചർച്ച ചെയ്യുന്നു. IT മേഖലയിലുള്ളവരുമായിട്ട് അത് ആ രീതിയിൽ ഇടപെടുന്നു. എഞ്ചിനീയർമാരെ അങ്ങനെ കാണുന്നു, ആരോഗ്യ മേഖലയിൽ അങ്ങനെ കാണുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായി കൊണ്ടുവന്ന് അവിടുന്നൊക്കെ വോട്ട് മൊബിലൈസ് ചെയ്യാനാണ് അദ്ദേഹം നോക്കിയത്. അപ്പൊ അതൊക്കെ വന്നിട്ട് വെറും കാണുന്ന തരത്തിലുള്ള വ്യാപകമായ ഒരു പ്രചരണമല്ല. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എങ്ങനെ പ്രശ്നം പരിഹരിക്കാം, അതിൽ എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു വികസനത്തിന്റെ ഒരു ഛായ, ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യും, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഒരു നഗരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരപ്രദേശത്തുള്ള ആളുകൾ ഓഹരി വിപണി മുതൽ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു വികസന കാഴ്ചപ്പാട് നഗര കേന്ദ്രീകൃതമായി ഇത്തരം കാര്യങ്ങൾ വരുന്നത് അത് ചന്ദ്രശേഖരന്റെ ഒരു പഴയ ബാക്ക്ഗ്രൗണ്ട്. ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധാരാളമായ വികസന കാഴ്ചപ്പാടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ അർബൻ മേഖലകളുമായി വളരെയധികം സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മെറിറ്റ് തന്നെയാണ്
വന്നത്. അതുകൊണ്ട് ഇവിടെ ഇത്രയും വന്നു. മാത്രമല്ല BJPക്ക് സംഘടനാ സംവിധാനപരമായി നോക്കി ശരിക്കും പറഞ്ഞാൽ സംഘടനാ സംവിധാനത്തിൽ BJPന്റെ ശക്തി വെച്ച് പരിശോധിച്ചാൽ കോർപ്പറേഷനിലുള്ള എല്ലാ ശക്തിയും കൂടെ പരിശോധിച്ച് തിരുവനന്തപുരത്താണ് BJP ജയിക്കേണ്ടത്. പക്ഷെ നമ്മളും ആദ്യമേ തന്നെ ഈ വിശകലനങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു BJPക്ക് താമര വിരിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കില്ല, തൃശ്ശൂരിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനത്തിൽ ഉപരി ഏതൊക്കെ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് പൊതുവായി എങ്ങനെയൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ സംഘടനകളിൽ ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ MLA-മാരും കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു വിലയുണ്ട് കേരളത്തിൽ. അത് ഇതര പ്രദേശങ്ങളിലെ പോലെയല്ല. അപ്പൊ അങ്ങനെയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞു. ഇപ്പൊ മെട്രോമാൻ ശ്രീധരനെ നിർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാടൊന്നും ജനങ്ങളുടെ ഇടയിൽ എത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് ഒരു മുൻപ് നല്ല ഒരു എന്താ പറയുക റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിന് നടത്തിയ ഒരു സംഭാവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൃത്യമായി ഒരു പ്ലാൻ ചെയ്ത് പദ്ധതികൾ കൊണ്ടാക്കി ജനങ്ങളുടെ വോട്ടുകൾ അതിനകത്തൊരു ചർച്ച ഉണ്ടാക്കി പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ തന്ത്രം വളരെ വിഭിന്നമായിരുന്നു. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 1.5 മാസം തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇത്രയും വോട്ട് ഇവിടെ യാതൊരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് സാധാരണ ജനവിഭാഗത്തിനിടയിലാണ് അദ്ദേഹത്തിന് കരുതലോട്ടുണ്ടായിരുന്നത്. ഒരു ജനവിഭാഗത്തിന് അങ്ങനെയുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇത്രയും വോട്ടുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ BJPയുടെ സംഘടനാ സംവിധാനത്തിന് ശക്തിയുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന വികസന കാഴ്ചപ്പാടിന് ഒരു വലിയ ശക്തിയുണ്ട്. അതിനൊക്കെ ഉപരിയായി ഞാൻ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇവിടെ നിന്നൊരു MP BJPയുടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് മൈനോറിറ്റി വിഭാഗത്തിന്റെ തീരുമാനവുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം കോളം, പാറശാല ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ നേരിടാ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വോട്ട് മാറിയിട്ടുള്ളത്. നിയമം പോയി കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് മാറുന്ന സ്ഥിതി. അപ്പം അവർക്ക് കോൺഗ്രസിന് സ്വാധീനമുള്ള തീരദേശ മേഖലകളിൽ നിന്നുള്ള വോട്ടിംഗ് തന്നെയാണ് ശശി തരൂരിന് ഏറ്റവും പിന്തുണ. സ്വന്തം പാർട്ടി പിന്തുണ പോലും അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും ഈ സന്ദർഭത്തിൽ. കാരണം ശശി തരൂരിന് പല ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതി ഇത്തവണ ഉണ്ടായതായിട്ടുള്ള വിമർശനങ്ങൾ പത്രത്തിൽ കണ്ടതാണ്. ചിലയിടത്ത് പ്രചരണത്തിൽ എന്നപ്പോൾ പോലും ഒരു പൂർണ്ണ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തെ വിജയിച്ചു കയറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല അദ്ദേഹം കരുതിയതുപോലെ ഒരു വികസനത്തിന് അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി വിമർശിക്കാനല്ല. അദ്ദേഹം ആഗ്രഹിച്ചെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. കാരണം പിന്നീട് വന്ന സർക്കാർ അദ്ദേഹത്തിനെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സർക്കാരായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊക്കെ പോരായ്മകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ കഴിയുമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഈ മൈനോറിറ്റി വോട്ടുകളുടെ ഇടയിലേക്കും ഒക്കെ കടന്നു കയറാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കുവാൻ, കേരളത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ്. അത് പാലക്കാടായാലും തിരുവനന്തപുരമായാലും ഇതൊക്കെ നിർണായകമായ ഘടകങ്ങളാണ്. പക്ഷെ തിരുവനന്തപുരത്ത് കൂടുതൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെ BJPക്ക് വരുന്ന ആളുകളിൽ വളരെ വലിയൊരു അവസരത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തലാകുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് രണ്ടല്ലേ. ഞാൻ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന MP-മാര് BJPയുടെ MP-മാരല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല നരേന്ദ്രമോദി എന്നൊരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയേക്കാൾ പലയിടത്തും പലപ്പോഴും സർവേകളിൽ കണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയായിട്ട് അവര് ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് കരുതുന്നത് നരേന്ദ്രമോദിയായിരുന്നു പലയിടത്തും. അതെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സ്വീകാര്യത ഉണ്ട്. ആ തരത്തിലൊരു ഇമേജ് ഉണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. വികസനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു പ്രതീക്ഷ മാത്രമല്ല BJP വന്നാൽ തങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവും. ആ പ്രദേശത്ത് നിന്ന് നേട്ടം ഉണ്ടാവും. അപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ എത്രയോ പേര് പറയുന്നുണ്ടോ BJP ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് ജയിക്കുന്നതെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ശക്തമായ ഒരു ഭരണമാണ് വരുന്നത്, തീർച്ചയായിട്ടും അത് വികസനമാക്കാൻ കഴിയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വരുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് പ്രധാനമായിട്ട് മാറിയത് ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ തികഞ്ഞ ജാതി രാഷ്ട്രീയങ്ങൾ മാത്രമല്ല അതിനപ്പുറത്ത് സ്ഥാനാർത്ഥി പങ്കുവെക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെയിലേക്ക് പോകാനുള്ള സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത, ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അപ്പൊ അത് എത്രത്തോളം ഉള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നു, എങ്ങനെ മത്സരിപ്പിക്കുന്നു എന്നതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ആകത്തുക എന്ന രീതിയിൽ സ്ഥാനാർത്ഥിയുടെ കഴിവും അതോടൊപ്പം തന്നെ അവർക്കുള്ള സ്വാധീനവും തീർച്ചയായിട്ടും BJPയുടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തെറ്റുകളൊന്നും ഇല്ലാതെ പലയിടത്തും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റിയത് BJPക്ക് വോട്ട് എല്ലാം കൊണ്ടും ലാഭമായി എന്നുള്ളതാണ്. അപ്പൊ അത് തൃശ്ശൂർ എന്ന് ആലോചിച്ച് നോക്കൂ. സുരേഷ് ഗോപി അല്ലാതെ വേറെ ഏതെങ്കിലും BJPയുടെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ എനിക്കറിയില്ല തൃശ്ശൂരിൽ എങ്ങനെയായിരിക്കും. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമോ? സംശയമാണ്. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരള രാഷ്ട്രീയം ഒട്ടേറെ ഘടകങ്ങളുടെ ഒരു ആകത്തുകയാണ്. ആ ജാതി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കി മാത്രമേ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് ചിലത് വ്യക്തിപരമാകാം, ചിലത് രാഷ്ട്രീയമാകാം.
എനിക്ക് തോന്നുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും സുരേഷ് ഗോപിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞുണ്ട്. അത് രാഷ്ട്രീയമായും കഴിഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാഷ്ട്രീയപരമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ചിലത് രാഷ്ട്രീയമായി കരുതിയാൽ പോലും അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലെങ്കിലും അപ്പൊ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി പൂർണ്ണമായി അദ്ദേഹം അതിനെ പറ്റിയ ആളായിരുന്നു. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ വോട്ടുകൾ കൊണ്ടുവരാൻ പിന്നെ പള്ളിയിൽ നിന്നും ഇടവകയിൽ നിന്നൊക്കെ വോട്ടുകൾ സമാഹരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹം ഓരോ സിംബൽസ്, ഓരോ ചിഹ്നങ്ങളും അദ്ദേഹം ചെയ്തു, അല്ലെ? സ്വർണ്ണക്കുരിശ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പല ചർച്ചകളും നമ്മൾ കണ്ടതാണ്. അപ്പൊ എല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി മാറി എന്നുള്ളതാണ്. അപ്പൊ അത് കരുതലോടെ ഒരു രാഷ്ട്രീയം നയിച്ചതുകൊണ്ടാണ്. ആ കരുതലോടെയുള്ള ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ ഒരു തരത്തിൽ മറ്റൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഒരു തരത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് LDF തന്നെയല്ലേ? രണ്ട് കാര്യം പറയാം. ഒന്ന്, കരുവന്നൂരിലെ വിഷയം, അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. രണ്ടാമത്, ഏറ്റവും ഒടുവിലുണ്ടായ തൃശൂർ പൂരം ഉണ്ടായ വിവാദം. ഈ രണ്ട് ചോദ്യങ്ങളും പ്രസക്തിയുള്ളതാണ്. കാരണം തൃശ്ശൂർ കരുവന്നൂർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഒരാളാണ് BJP. അത് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏകദേശം തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എന്ന് നേരത്തെ തന്നെ പറയപ്പെട്ടു. അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവസരം കൊടുത്തു. അദ്ദേഹം ആ മണ്ഡലത്തെ കരുതലോടെ പ്രവർത്തിച്ചു. അദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള പ്രാദേശിക വിഷയങ്ങളിൽ ശക്തമായി നേതാവ് നിലയിൽ ഇടപെടപ്പെട്ടു. അത് രാഷ്ട്രീയം പറഞ്ഞിട്ട് മാത്രമല്ല, സുരേഷ് ഗോപി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് സാധ്യമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചെയ്താൽ താൻ തന്നെ ആകും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പുണ്ട് സുരേഷ് ഗോപിക്ക്. അതുപോലെ എത്ര പേർക്ക് ഉറപ്പിക്കാനാവും? ഇപ്പൊ തിരുവനന്തപുരത്ത് ആരായിരിക്കും സപ്പോർട്ട്? പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കരുതലോടെ നീങ്ങുന്ന ആർക്കും ഒരുപക്ഷെ കുറച്ച് വിജയങ്ങൾ ഉണ്ടാക്കാനാകും എന്നത് തന്നെയാണ്. ആ കരുതലോടെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വിജയം ഉറപ്പാണ്. അപ്പൊ ആ ഒരു സംവിധാനം ഒരുപക്ഷെ അതൊരു വലിയ ഒരു സ്ട്രാറ്റജിയാണ്. അത് BJP ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചന്ദ്രശേഖർ കുറെ കൂടി നേരത്തെ തിരുവനന്തപുരത്ത് വരികയും മത്സരിക്കുകയും കുറെ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ തീരദേശ മേഖലകളിലുണ്ട്. അവസാന നിമിഷം അദ്ദേഹം പരിഹരിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പരിധിക്കും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. 1.5 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരുന്നു. അപ്പം നേരത്തെ അത് ഒരുപക്ഷെ അദ്ദേഹം താമസിച്ചെത്തിയതിന് പിന്നിലും അവർക്ക് തന്ത്രങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ സംബന്ധിച്ചിടത്തോളം ആ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന വോട്ടുകളെ ഒക്കെ മാറ്റിമറിക്കുന്നതിന് ഒരുപക്ഷെ ചിട്ടയായ ഒരു പ്രവർത്തനത്തിന് കഴിയും, ആ സ്വീകാര്യത ഉണ്ടാക്കുക കഴിയും എന്നുള്ളതാണ്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ചു പറയുന്നു, കേരളത്തിൽ BJPക്ക് ജയിക്കാനാകുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി നേരത്തെ തന്നെ ഇമേജുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയിച്ച് വോട്ടുകൾ നേടി വരണം. എങ്കിൽ മാത്രമേ ഒരുപക്ഷെ പിണങ്ങി നിൽക്കുന്ന വോട്ടുകളെ സ്വായത്തമാക്കാൻ BJPക്ക് കേരളത്തിൽ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിന് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടതുപോലെ ഇതര പ്രസക്തം സുരേഷ് ഗോപി അല്ല തൃശ്ശൂർ വേറെ ആരാണെങ്കിലും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിന്റെ കാരണം ഇതാണ്. ആ ഒരു മെറിറ്റ് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം നൽകിയ ഒരു പാഠം എന്ന് പറയുന്നത് 1.5 മാസം കൊണ്ട് ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് ഏകദേശം 12 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർക്ക് പരിചിതമാവുകയും അവരുടെ കാര്യങ്ങൾ സാധിച്ചു നൽകാനും സാധിക്കില്ല. അപ്പോൾ കൃത്യമായ ഒരു ഗ്രൗണ്ട് വർക്ക് BJP നടത്തിയ വലിയ തോതിലുള്ള ഒരു നേട്ടം ഉറപ്പായും ലോക്സഭയിലും ഇനി വരുന്ന ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ തന്നെ സംഭവിക്കും. തീർച്ചയായിട്ടും. അതായത് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും വളരെ നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ കഴിയും എന്നുള്ളതാണ്. പക്ഷെ സംഘടനാ സംവിധാനങ്ങൾ BJPയുടെ കേരളത്തിൽ അത് അത്ര വേണ്ട തരത്തിൽ അത്ര ശക്തമാണോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഞാൻ പറയുന്നത് വ്യക്തിപരമായി ഒരു നേതാവിനെ വിമർശിക്കാനോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് സുരേന്ദ്രന്റെ മികവുകേട് എന്നല്ല, സംഘടനാപരമായി ദൗർബല്യങ്ങൾ എന്ന് പറയും മൊത്തത്തിൽ ആ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങൾ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നക്കാരെ ഒഴിവാക്കി നിർത്താനുള്ള സംവിധാനങ്ങൾ, മികച്ച ആളുകളെ കണ്ടെത്തി പ്ലേസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജന്മന അങ്ങനെ തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ. പക്ഷെ BJPയിൽ നിന്ന് അതാരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ BJPയിൽ വളരെ വലിയ ഭിന്നതകൾ ഉണ്ടായാൽ അത് ആ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നില്ല. കാരണം ആ പാർട്ടിക്ക് സാധ്യതകൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, അധികാര രാഷ്ട്രീയത്തിൽ കുറെ കൂടി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ ആ പാർട്ടിക്ക് കഴിയൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളൊക്കെ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോൾ അധികാരത്തിലേക്ക് വരുന്നു അപ്പോൾ ആശയങ്ങളോട് സന്ധി ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒട്ടേറെ പ്രതീക്ഷകളിലാണ് BJPയുടെ ഈ വോട്ടിംഗ് ഷെയർ കിട്ടുന്നത്, വളരുന്നത്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ ആ പാർട്ടിക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊരു കച്ചിതുരുമ്പായി അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതീക്ഷ എത്രമാത്രം വരും ദിവസങ്ങളിൽ അവർക്ക്
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതിനെ ആശ്രയിച്ചായിരിക്കും BJPയുടെ കേരളത്തിലുള്ള വളർച്ച എന്നുള്ളതാണ് ശരി. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് ഒരു വലിയ സാധ്യത കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഇരുധ്രുവ രാഷ്ട്രീയം ധാരാളം വെല്ലുവിളികൾ കേരളത്തിൽ നേരിടുന്നു എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധികൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളുണ്ട്, വളരെ വലിയ വെല്ലുവിളികളുണ്ട്. അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം പലയിടത്തും കോൺഗ്രസ് പാർട്ടി വെടിപൊട്ടും നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അത് പിന്നെ BJP കോൺഗ്രസിനത് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന്റെ സംവിധാനം അങ്ങനെയാണ്. അപ്പൊ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ മറിച്ച് അതുപോലൊരു വെടിവെപ്പ് ഇടതുപക്ഷ പാർട്ടികളിലോ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ BJPയിലോ ഉണ്ടായാൽ അതൊരു പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് ആണ്. അത് അതിനെ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ഭംഗിയായി ചിട്ടയോടെ എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളുമായി ഒത്തുചേർന്ന് BJPക്ക് പോകാൻ കഴിയുന്നുവോ അത്രത്തോളം BJPക്ക് കേരളത്തിലെ സാധ്യതകൾ വർദ്ധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഈ വരുന്ന ഒരുപക്ഷെ പാലക്കാട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വലിയൊരു ടെസ്റ്റ് ഡോസായി BJP ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആകത്തുക എന്ന് പറയുന്നത് മൂന്ന് പാർട്ടികളും ഒരു പുനഃപരിശോധന നടത്തുക, ആത്മപരിശോധന നടത്തുക, അതിലൂടെ തന്നെ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തിയാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് രണ്ടായി ഇനി ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ച. വേറെ ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് നാളുകളായി ഫ്രീ ബീസ് രാഷ്ട്രീയം വളരെ ശക്തമാണ്. ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, കിറ്റുണ്ട്, പെൻഷനുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ വലിയ വോട്ടായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളം വലിയ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്നതിനും ധാരാളം കാരണങ്ങളുണ്ട്. വരുമാനങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഒരു കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തിലെത്തുമ്പോൾ ദീർഘവീക്ഷണം ഇല്ലാതെ ചില പദ്ധതികൾ ആർക്കും ഫ്രീ ബീസ് പ്രഖ്യാപിക്കാം. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരും തടയത്തില്ല. ഞാൻ ഒരു വിഭാഗത്തിന് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, അല്ലെ സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ ധനസഹായം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും എതിർക്കത്തില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തിരിച്ചടിക്കും ഫ്രീ ബീസ് സംസ്കാരം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല ഒരു രാഷ്ട്രീയം പോകേണ്ടത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ സൗജന്യ വാഗ്ദാനങ്ങൾ കൊടുത്താകണം, മറിച്ച് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിൽ, ജോലി സാധ്യതകൾ കൊടുക്കുന്നതിൽ, പട്ടിണിയെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം പുരോഗതി ആർജിപ്പിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ശശി തരൂർ കാര്യത്തിൽ മോശമെന്നല്ല. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ശശി തരൂരിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു, പരാജയപ്പെട്ടു എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ 10 വർഷമായിട്ട് മണ്ഡലത്തിൽ ഉള്ള ഒരാളാണ്. 15 വർഷമായിട്ട് വളരെ ലോക പ്രശസ്തനാണ്. അപ്പൊ ആ നിലയിലൊക്കെ നമുക്കറിയാം, അദ്ദേഹം മത്സരിച്ച് തുടക്കത്തിൽ തന്നെ യുവാക്കളുടെയും വനിതകളുടെയും വോട്ട് N ബ്ലോക്ക് പിടിച്ച ആളാണ്. ഭൂരിഭാഗം വോട്ടുകളും നേടിയാണ് അദ്ദേഹം വന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ശക്തമായ തിരിച്ചടിയിലേക്ക്, കേവലമായ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിച്ചു കയറുന്ന തരത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങിപ്പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചന്ദ്രശേഖരന്റെ ഈ കാഴ്ചപ്പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ കാഴ്ചപ്പാട് ഒരുപക്ഷെ ശശി തരൂരിന് ആദ്യ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആ കാഴ്ചപ്പാട് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ കുറ്റമല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയും സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരാൾക്ക് മിടുക്കുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപി അങ്ങനെ ഉണ്ടാക്കിയെടുക്കും, അദ്ദേഹത്തിന്റെ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇനി ആര് ഇപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഭരണം വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഉറപ്പാണ്. അപ്പൊ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തി മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നു അത്രത്തോളം BJPക്ക് സാധ്യത ഉണ്ടെന്ന് തൃശ്ശൂർ ഫലം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഷാഫി പറമ്പൽ ആ മണ്ഡലം പിടിച്ച എങ്ങനെയാണ്? ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ മുസ്ലിം എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. നല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമായി പലതരത്തിലുള്ള ചർച്ചകൾ. സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ചെറുപ്പക്കാരുടെ ഒക്കെ വോട്ടുകൾ ഷാഫി നേടിയെടുത്തു. മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിക്ക് വലിയൊരു പിന്തുണ ജനങ്ങൾ കൊടുത്തപ്പോൾ, KK ശൈലജയ്ക്ക് അവസാനം തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വീകാര്യത കൊടുത്തപ്പോൾ, അത് ശൈലജയെ വടകരയിൽ മത്സരിപ്പിച്ചത് ഒതുക്കാനാണോ ഒരുക്കാനാണോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്, ഉയർത്താനാണോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യങ്ങളിൽ സംശയങ്ങൾ വോട്ടർമാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ വോട്ടർമാർ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ശരി. അപ്പൊ അത് മാത്രമല്ല, പല അവിടുത്തെ KK രമയുടെ പാർട്ടിയുടെ വോട്ട് ഇതൊക്കെ ഷാഫി പറമ്പലിന് അനുകൂലമായി മാറി. പക്ഷെ ഭൂരിപക്ഷം നോക്കും, വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ, അതെ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു നേട്ടമാണ് ഷാഫി. അപ്പൊ നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിൽ കരുത്തോടെ പ്ലാൻഡായി ചിട്ടയ അത് അദ്ദേഹം നേടിയത് ചിട്ടയ പ്രവർത്തനത്തിലൂടെയും കൂടി. എത്ര വിമർശനങ്ങൾ വന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ്, രാഷ്ട്രീയ മത്സരം നടന്നൊരു മണ്ഡലമാണ്. ഞാൻ പറഞ്ഞത് അതുപോലെ ഇനിയിപ്പോ പാലക്കാടും അങ്ങനെ ഒരു മത്സരം വരാൻ പോകും. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ചലനങ്ങളും, ഇപ്പൊ ഇന്ത്യൻ ജനത എന്നാൽ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ജനതയെ പറ്റിക്കാൻ എന്ന് കരുതരുത്.
ഇന്ത്യൻ ജനത വളരെ സാവൂതം, ഇപ്പം ജനാധിപത്യത്തിന്റെ ശക്തി സംവേദിക്കപ്പെട്ട ഒരു ജനതയാണ് ഭാരത ജനത എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിനെ നിയന്ത്രിച്ച് കടിഞ്ഞാനിട്ട് ചുരുക്കി കൊണ്ടുപോകാൻ ആ ജനതയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയാം, ആളുകൾ മണ്ടന്മാരുതാ വോട്ടിടുന്നു, ഇത്രയും കുഴപ്പങ്ങൾ കാണുമ്പോഴും ചില വാക്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് വാട്സാപ്പിലൊക്കെ പ്രചരിച്ചൊരു സന്ദേശമുണ്ട്. കോടാലി വനമൊക്കെ വെട്ടി വെളിവാക്കിയിട്ട് അവസാനം വരുമ്പോൾ ആളുകൾ കോടാലിക്ക് തന്നെ വോട്ട് ചെയ്യുന്നു, കാരണം അതിന്റെ പിടി മരമാണെന്നല്ലോ എന്നുള്ളതുകൊണ്ട് എന്നുള്ള ഒരു ആ ഐക്യപ്പെടലുണ്ടല്ലോ. ആ ഐക്യപ്പെടൽ അധികം നാൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ആളുകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വളരെ ഡിജിറ്റൽ സമൂഹമായിട്ടൊക്കെ മാറിയ ഒരു കേരളമാണ്. വാർത്തകൾ വിരൽത്തുമ്പിലാണ്. അപ്പൊ ആളുകൾ നേരിട്ട് സംവദിക്കുകയാണ്. അവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾക്ക് അല്ലെങ്കിൽ അജണ്ട സെറ്റിങ്ങിന്, അത് നേതാക്കന്മാരുടെ അജണ്ട സെറ്റിങ്ങിന് വലിയ വിലയില്ല എന്നുള്ളതാണ്. അവിടെ അജണ്ട സെറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളും കോർപ്പറേറ്റ് ആയിട്ടുള്ള അജണ്ടകളും ഒക്കെ നടപ്പാക്കപ്പെടുന്ന ഒരു ലോകത്തിൽ അവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ചെയ്യേണ്ടുന്നത് നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വികസന അജണ്ടകളും ഒക്കെ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും പാലക്കാടല്ല, കേരളം മുഴുവൻ ഏത് കക്ഷിക്കാണോ അത് ചെയ്യാൻ കഴിയുന്നത് വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. BJP അത് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ശ്രദ്ധിച്ചു, അതിനുള്ള വിജയം അവർ കേരളത്തിൽ നേടിയിട്ടുണ്ട്. എന്തായാലും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനേക്കാൾ മെച്ചമായി പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നതിലാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തി. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം. വളരെ ശക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഡോക്ടർ അനിൽകുമാർ ഇപ്പോൾ പങ്കുവച്ചത്.